ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു മത്തങ്ങ എരിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു പീസ് നമ്മൾ മുറിച്ചെടുത്ത് അതിനുശേഷം അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞെടുക്കുക. അതിനുശേഷം അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാ പീസുകളും നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൻപയറാണ്. അത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അത് നമുക്ക് കുക്കറിലിട്ട് അതും നമ്മൾ അരിഞ്ഞു വെച്ച മത്തങ്ങയും ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ വേവിക്കാം. ആ സമയത്തേക്ക് നമുക്കൊരു തേങ്ങാ ചിരവി എടുത്ത് അതിലേക്ക് 2 വെളുത്തുള്ളി, ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയും വൻപയറും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കിതുപോലെ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഉടച്ച് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇട്ട് അതും നല്ലതുപോലെ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ അരപ്പ് ചെറുതായിട്ട് അരച്ചെടുക്കാവുള്ളൂ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വറതാളിക്കാനുള്ള സാധനമാണ് വേണ്ടത്. ഒരു പാത്രം അടപ്പത്ത് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതൊന്നൊരു മൂത്ത് കഴിയുമ്പം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് അതും വഴറ്റുക. അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതും മാറ്റി വെക്കുക. എന്നിട്ട് ആ എണ്ണയെ തന്നെ നമുക്ക് തേങ്ങാപ്പീര ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് നമ്മൾ വറതാളിച്ചതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തേങ്ങ മൊരിച്ചെടുത്തതും അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു പരുവത്തിലാണ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി രുചിയിലുള്ള മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബായ്.